ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരാളുടെ ഒരു വീഡിയോ കാണിച്ചുതരാം, നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായ ഒരാളുടെ വീഡിയോ. मालाएं अंगूठी का रत्न। अच्छा, अंगूठी का रत्न ये कितने देना मेरे को? कितने मेरे से सही लेना? मैं तुम्हारा बहुत बड़ा फैन हूँ। ठीक है, सही लूंगी आपसे 1200 बड़े हो गए। जहाँ इनका मेला लगता है वहाँ जाते हैं। और बाबा लोग दिल के बहुत सच्चे होते हैं, यानी कि जो भी माला है आप दिल से दोगे तो वो दे देते हैं, है ना? कभी बनाने ഈ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ പെൺകുട്ടിയെയും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കുംഭമേളയില് മാല വിൽക്കാൻ വന്ന, പൂ വിൽക്കാൻ വന്ന ഈ പെൺകുട്ടി പിന്നീട് എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്കാണ് ഒരൊറ്റ വീഡിയോയിലൂടെ കയറിക്കൂടിയത്. പേര് മൊണാലിസ. മോണി ബോസ്ലി എന്നാണ് പേര്. മൊണാലിസ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടി. ഒരൊറ്റ വീഡിയോ കൊണ്ടൊക്കെ പ്രശസ്തരാകുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ. ഈ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നല്ല രീതിയിലേക്ക് ഉയർന്നു വരും. നമ്മൾ പണ്ട് സിനിമയിലെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നായകൻ ചിലപ്പോൾ താഴ്ന്ന നിലയിലായിരിക്കും, അയാൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇയാളുടെ ഒരു ഭാഗ്യം കൊണ്ടൊക്കെ അയാൾ ഉയർന്നു വരുന്നതാണ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് റിയൽ ലൈഫിൽ കാണുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാവും. അങ്ങനെ കണ്ടുള്ള 1-2 വ്യക്തികളുണ്ട്. റാനു ഒരു സ്ട്രീറ്റ് സിംഗർ ആയിരുന്നു. പിന്നീട് അവര് സൽമാൻ ഖാന്റെ സിനിമയിൽ അവര് പാടി. അതുപോലെ കച്ചാബദാം എന്ന ഗാനം ആലപിച്ച ഹൂബൻ എന്ന വ്യക്തി, അദ്ദേഹവും പിന്നീട് സെലിബ്രിറ്റിയായി മാറി. അങ്ങനെ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെയൊക്കെ വൈറലായി പ്രസിദ്ധി ആർജിച്ചവരിൽ പെട്ടയാളാണ് ഈ മൊണാലിസയും. മൊണാലിസ പിന്നീട് അങ്ങോട്ട് സെലിബ്രിറ്റിയായി മാറി. നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂറെ ഒരവസരം മാർക്കറ്റിംഗിനായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഭയങ്കര തന്ത്രശാലിയായ മനുഷ്യൻ. എന്തായാലും ഈ ഒരു വൈറലായിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് അയാൾക്ക് കൂടുതൽ ട്രാക്ഷൻ കൊടുക്കുമെന്ന് മനസ്സിലായി. ഏതൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നതിനേക്കാളും ട്രാക്ഷൻ കിട്ടുന്ന ആൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. അന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ വന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഇവർക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുത്തത്. അയാളുടെ പേര് സനോജ് മിശ്ര എന്നാണ്. ബോളിവുഡിലേക്ക് താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന സിനിമയിലേക്ക് നായികയായിട്ട് മൊണാലിസയെ ക്ഷണിച്ചുകൊണ്ടാണ് സനോജ് മിശ്രയെ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ നോക്കിയാൽ കാണാം ഈ വ്യക്തി, ഈ പെൺകുട്ടിയുടെ കൂടെയുള്ള ഒരുപാട് ചിത്രങ്ങൾ. എവിടെ ഉദ്ഘാടനത്തിന് പോയാലും ഏതൊക്കെ പരിപാടിക്ക് പോയാലും കൂടെ ഈ വ്യക്തി ഉണ്ടാകും. അത് മാത്രമല്ല, ഇയാൾ ഷെയർ ചെയ്തൊരു വീഡിയോ എനിക്ക് വളരെ സന്തോഷം നൽകിയൊരു വീഡിയോ ആണ്. तुम फिर ये लोग बोलते हैं इंस्टाग्राम पे पोस्ट डाल रही हो, लिख रही हो, कैसे लिखती हो? मुझे तो नहीं पता कौन डालता है पोस्ट और ये सब। मुझे क्या पता। तो इंस्टाग्राम तो तुम चलाती नहीं, चलाती हो? ഇത് മൊണാലിസ എഴുത്തും വായനയും അഭ്യസിക്കുന്ന എന്ന രീതിയിലാണ് വാർത്ത വന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അതേപോലെ എഴുത്തും വായനയും പഠിക്കുക, പിന്നെ പ്രസന്റേഷൻ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഗ്രൂമിങ്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിച്ചൊരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ ഡിസഡ്വാൻറ്റേജസ് ആയി ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാൻ പറ്റാത്ത കുട്ടികൾ. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് സിനിമയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം കൂടി ലഭിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരുന്നത്. ആ വാർത്ത അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സനോജ് മിശ്ര, director who gave Mona Lisa film role, held in a rape allegation. ഹിന്ദുവിന്റെ ഓൺലൈൻ എഡിഷനിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഡയറക്ടർ സനോജ് മിശ്ര അറസ്റ്റഡ് ഫോർ എ റേപ്പ് കേസ് ആഫ്റ്റർ ബെയിൽ ഡിനൈഡ് ബൈ ഡൽഹി കോർട്ട് ഇൻവോൾവിംഗ് അലിഗേഷൻ ഓഫ് എ റിപ്പീറ്റഡ് അസോൾട്ട്. Sanoj Misra, the director who offered viral sensation Mona Lisa a role in his film during the Kumbh Mela, have been arrested in connection with the rape case. The arrest follows the rejection of his bail application by Delhi court. ഈ പെൺകുട്ടി, കേസ് കൊടുത്ത പെൺകുട്ടി, അല്ലെങ്കിൽ തന്നെ ലൈംഗികമായി ആക്രമിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ പോലെ ഇരയാകേണ്ടതാണ് മൊണാലിസ എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. കാരണം ആ പെൺകുട്ടിയും ഇതേപോലെ ഒരുപാട് ആസ്പിറേഷൻ, സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നതെന്ന് പറയുന്നു. അങ്ങനെ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സനോജ് മിശ്രയുടെ കൂടെ ഈ പെൺകുട്ടി ചേരുന്നത്. ഓൺ March 30, 2024, Sanoj Misra, aged 45, was apprehended by the Delhi police following the intelligence gathering and the technical surveillance. The arrest took place in Ghaziabad, and Misra, who resides with his family in Mumbai, was taken into custody. The case centers around a 28-year-old woman from a small town who alleged that Misra repeatedly raped her over a period of 4 years. 4 വർഷത്തോളമായിട്ട് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഇയാൾ ദുരുപയോഗം ചെയ്തിരുന്നത് എന്നുള്ളതാണ് കേസ്.
അത് പലതും റേപ്പ് കേസ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്, അതായത് സമ്മതമില്ലാതെയുള്ള എന്ന രീതിയിലാണ്. പക്ഷെ ഇവര് ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികം ചിന്തിക്കുന്നതായിരിക്കും 4 വർഷമായിട്ട് ഈ പെൺകുട്ടിക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണോ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇതെല്ലാ കേസിലും വരുന്ന ഒരു ചോദ്യമാണ്. ആ പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടിക്ക് മയക്കുരു നൽകി മയക്കി കിടത്തി എടുത്തിട്ടുള്ള ചില ചിത്രങ്ങൾ ഇയാളുടെ പക്കലുണ്ട്, അത് ഇയാൾ പുറത്തു വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പെൺകുട്ടിയെ നിശബ്ദയാക്കിയിരുന്നതെന്ന് പറയുന്നു. പക്ഷെ ഡൽഹി കോടതി ഇയാളുടെ ജാമ്യം നിഷേധിച്ചു. അതിന് കാരണം അവർക്ക് വ്യക്തമായ ചില തെളിവുകൾ ലഭിച്ചു. പ്രത്യേകമായിട്ട് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു. 3 തവണയാണ് അബോർട്ട് ചെയ്യിപ്പിച്ചത്. അതിന്റെ രേഖകൾ പോലീസ് സബ്മിറ്റ് ചെയ്തതോടെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കളഞ്ഞത്. അങ്ങനെ ജാമ്യം ലഭിക്കാതെ വന്നപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. The woman who aspired to become a film actress claimed that she had been in live-in relationship with Misra in Mumbai during this time. She further alleged that Misra forced her to undergo abortion procedure on 3 separate occasions. The complainant, in her statement to the police, of his reneging on his promise to marry her. വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്നുള്ള കാര്യമുണ്ട്. അതുകൂടാതെയുള്ള വകുപ്പുകൾ വന്നിരിക്കുന്നത് അണ്ടർ വേരിയസ് സെക്ഷൻസ് ഇൻക്ലൂഡിംഗ് റേപ്പ്, അസോൾട്ട്, കോസിംഗ് മിസ്കാരേജ് ആൻഡ് ത്രട്ടനിങ്. ഇത്തരം കാര്യങ്ങൾക്കാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആള് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ മുന്നിൽ കണ്ട ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മൾക്ക് അത് ദൂരെ കുംഭമേളയിൽ കണ്ട ഒരു പെൺകുട്ടിയാണെങ്കിലും നമ്മൾ അടുത്തൊക്കെ എവിടെയുള്ള നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് മൊണാലിസയെ കുറിച്ച് നമുക്ക് തോന്നിയിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് മൊണാലിസയ്ക്ക് സംഭവിച്ച കാര്യമല്ല കേട്ടോ. ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താനും പറ്റില്ല, കാരണം ഇപ്പോൾ അത് കേസ് ആയതുകൊണ്ട് നമുക്കൊരിക്കലും ആ വിക്ടിമായ പെൺകുട്ടിയുടെ പേര് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടും പലരും പ്രതികരിച്ചു തുടങ്ങിയ വിഷയത്തിൽ. മൊണാലിസ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, അതേപോലെ ഇയാളെ ശിക്ഷിക്കണമെന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടി, ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്സസ് ഉള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം, ഇയാളുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നു. അപ്പോൾ ആ വീഡിയോയുടെ ടെക്സ്റ്റും അതിൽ കമൻ്റായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ പറയുന്നത് മറ്റൊരു കഥയാണ്. ഇതൊരു പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നാണ് സനോജ് മിശ്ര ആരോപിക്കുന്നത്. ഇയാൾ പറയുന്നത് ഈ കുംഭമേളയിൽ മൊണാലിസയെ കണ്ടുമുട്ടുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിലിം ഓഫർ കൊടുക്കുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് എപ്പോൾ ഇയാൾ ഒരു ഫിലിം ഓഫർ കൊടുത്തോ ആ സമയത്ത് വാസിം റിസ്വി എന്ന് പറയുന്നത്, അയാള് പേര് മാറ്റി, നേരത്തെ മുസ്ലിം ആയിരുന്നു, ഹിന്ദുസിലേക്ക് അയാൾ കൺവേർട്ടഡ് ആയി. അയാള് അത് ചെയ്തത് തന്നെ ഇയാളുടെ ഈ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് പറയുന്നു. ഈ സമയത്ത് ഈ പറയുന്ന ആളും സനോജിന്റെ പൊതുവായ ചില ശത്രുക്കൾ ഒരുമിച്ച് ചേർന്ന് ഇയാൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ആൾക്കാരൊക്കെ വസീം കൂട്ടിച്ചേർത്തത് TV-യിൽ അവസരം നൽകാമെന്ന രീതിയിലാണ്. മൊണാലിസ ആ സമയത്ത് ഓൾറെഡി പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബറൊക്കെ ചേർത്താണ് ഇവർ തുടങ്ങിയെന്ന് പറയുന്നു. ഇത് തുടർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇയാള് ഈ പറയുന്ന ഈ വസീം മുർസിക്കെതിരെ കേസ് കൊടുക്കാൻ നിർബന്ധിതരായെന്ന് പറയുന്നു. അങ്ങനെ ലീഗൽ ആക്ഷൻസ് വന്നപ്പോഴാണ് ഈ പറയുന്ന റിസ്വി, ഇയാൾ ഇതിനകത്ത് റേപ്പിസ്റ്റ് ബാബ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്, അയാളും അയാളുടെ ഗ്യാങ്ങും ചേർന്ന് ഒരു പെൺകുട്ടിയെ ഇയാൾക്കെതിരെ തിരിച്ചു. അതാണ് ഈ പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടി. ഇവര് കണ്ടെത്തിയ പെൺകുട്ടിയുടെ പേരിനകത്ത് പറയുന്നുണ്ട്, പക്ഷേ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ഇയാളുടെ കൂടെ പ്രവർത്തിച്ചിരുന്നെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ മൊണാലിസയെ കണ്ടെത്തിയതിനു ശേഷം, അല്ലെങ്കിൽ മൊണാലിസയ്ക്ക് ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഓഫർ കൊടുത്തതിന് ശേഷം ഈ പെൺകുട്ടിക്കും ഇയാളോട് ചില ഗ്രഡ്ജസ് ഉണ്ടായിരുന്നു. നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ആ പെൺകുട്ടിയെ സിനിമയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുറച്ചിൽ നിർത്തിയെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പൊ അതിനിടയിലാണ് മൊണാലിസയെ കൊണ്ടുവരുന്നത്. ഇത് സ്വാഭാവികമായിട്ടൊരു ഗ്രഡ്ജ് ആ പെൺകുട്ടി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം സനോജ് ഈ വിഷയത്തിൽ അത്ര ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും ഇയാൾ പറയുന്നത് ഇതൊക്കെ ഞാൻ നടക്കുന്നത് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഇയാൾ മുന്നോട്ട് പോയിരുന്നു. കാരണം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇയാളുടെ വർക്കിലൂടെ ഇതിനൊക്കെ ആൻസർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബിഗ് സ്ക്രീനിൽ ഒരു അവസരം കൊടുത്തുകൊണ്ട്, കാരണം ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ പെൺകുട്ടി ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്, എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനുള്ള കാര്യത്തിന്റെ പിന്നാലെയാണ് പോയിരുന്നത്. ഇതിനിടയിൽ ഈ കേസ് കൊടുത്ത പെൺകുട്ടി ഒരു ശിവഭക്തയാണ്. ആ പെൺകുട്ടിക്ക് ഇടയ്ക്ക് വെച്ചൊരു മാനസാന്തരം സംഭവിച്ചു. കാരണം താൻ ചെയ്യുന്ന തെറ്റാണെന്നൊരു ബോധ്യമുണ്ടായി കേസ് പിൻവലിക്കാനുള്ള ശ്രമം നടത്തിയത്രേ. പക്ഷേ ഈ പറയുന്ന ബാബ, റേപ്പിസ്റ്റ് ബാബ എന്ന് പറയുന്ന വ്യക്തി അവളെ ഭീഷണിപ്പെടുത്തി കേസ് പിൻവലിക്കുന്നതിൽ നിന്നും അവരെ
പിന്മാറ്റി. എന്നിട്ട് ഇയാൾ ഇതെല്ലാം പറഞ്ഞു നിർത്തുന്നത്, ഞാനിതെല്ലാം ചെയ്തത് ഒരു സാധാരണ പെൺകുട്ടി, ദളിത് പെൺകുട്ടി എന്നതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, അതുപോലെ ഒരു പെൺകുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാജ്യത്തുള്ള എല്ലാവരും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ മതി. ഞാനിത് കോൺസ്പിറസിക്ക് എതിരെയല്ല, ഞാൻ വിജയിച്ച് മുന്നോട്ട് വരും. എന്നിട്ട് ഇതൊരു കള്ളക്കേസാണ്, തനിക്കെതിരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഇയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആണ്, കാരണം ഇനി കുറച്ച് കാര്യങ്ങളുടെ പുറത്തു വരാനുണ്ട്. പക്ഷേ ഇയാൾ പറയുന്ന ചില കാര്യങ്ങളും ഈ പെൺകുട്ടി പറയുന്ന പരാതിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് വർഷങ്ങൾ ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് 4 വർഷമായിട്ട് ഇയാളുടെ കൂടെ ഞാൻ ലിവിങ് ഇനിലായിരുന്നു. അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചാണ് ഇയാളെ കൂടെ കൂട്ടിയത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ലിങ്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ സംഭവം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം ഈ മൊണാലിസ എന്ന പെൺകുട്ടി വന്നിട്ട് പ്രത്യേകിച്ച് ഒരു നാഷണൽ അറ്റൻഷനുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർന്ന ഒരു പെൺകുട്ടി വന്നതോടെ ഇയാളുടെ അറ്റൻഷൻ മൊണാലിസയുടെ പിന്നാലെ പോയിട്ടുണ്ട്. കാരണം റീസെന്റ് ആയിട്ട് കാണുന്ന എല്ലാ ഫോട്ടോസും, ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് എല്ലാം മൊണാലിസയുടെ ഒപ്പം അല്ലെങ്കിൽ മൊണാലിസ അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയുടെ ഫോട്ടോസാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഈ പെൺകുട്ടിയെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇനിയുള്ള വാർത്തകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുവരെയുള്ള ഈ കാര്യങ്ങൾ കേട്ട ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.